ബഹുമാനപ്പെട്ട മോഡറേറ്റർ, ബഹുമാനപ്പെട്ട പ്രതിനിധികളെ, സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട കലാനാഥൻ മാഷിൻ്റെ ആദ്യത്തെ അനുസ്മരണമാണ് ഇവിടെ നടക്കുന്നത്. അതിൽ എന്നെ ക്ഷണിച്ചതിന് എനിക്ക് വളരെയേറെ അഭിമാനമുണ്ട്, വളരെയേറെ സന്തോഷമുണ്ട്. ഞാനിതിൻ്റെ സംഘാടകരോട് നന്ദി പറയുകയാണ്. കലാനാഥൻ മാഷ് ഞാൻ ഒരിക്കൽ എൻ്റെ കോളേജിൽ, ഞാൻ നീലേശ്വരത്തെ കാർഷിക കോളേജിലാണ് പഠിപ്പിക്കുന്നത്. എൻ്റെ കോളേജിൽ ഒരു തവണ കൊണ്ടുവന്നിരുന്നു, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് വളരെ കൃത്യമായിട്ട് എന്താണ് വർഗീയത എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് മാഷ് പത്രക്കുറിപ്പുകളുടെയും നോട്ടുകളുടെയും സഹായത്തോടുകൂടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞത്. പിന്നീട് എൻ്റെ വിദ്യാർത്ഥികൾ എൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയുള്ളൊരു പ്രഭാഷണം കേട്ടിട്ടില്ല, വളരെ കൃത്യമായിട്ട് കേരള സാംസ്കാരിക മണ്ഡലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം വർഗീയതയെക്കുറിച്ചിട്ടുള്ള ഒരു നല്ല പ്രഭാഷണമാണ് കിട്ടിയതെന്ന് കുട്ടികൾ എന്നോട് പിന്നീട് പറയുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നിരന്തര പോരാളിയുടെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ ഒരു ക്ലാസ് തുടങ്ങുകയാണ്. ശാസ്ത്രീയ കൃഷി, ചരിത്രവും വർത്തമാനവും ഇന്ത്യയിൽ എന്നുള്ളതാണ് ഞാനൊരു വിഷയമായിട്ട് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള ഒരു നോട്ടവും എങ്ങോട്ടേക്കാണ് നമ്മുടെ കൃഷി പോകുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. നെക്സ്റ്റ് ആദ്യം തന്നെ ഇന്ത്യയിലെ ക്ഷാമങ്ങളുടെ ചരിത്രമാണ്. ലക്ഷക്കണക്കിന് പേര് മരിച്ച ക്ഷാമങ്ങളുടെ ചരിത്രമാണ് ഈ ആർഷഭാരതം എന്ന് നേരത്തെ ശ്യാംകുമാർ സാർ പറഞ്ഞതുമാതിരി. ആർഷഭാരതമാണ്, മഹത്തായ സംസ്കാരമാണ്, പക്ഷെ ലക്ഷക്കണക്കിന് പേരാണ് അന്ന് കാലത്തൊക്കെ മരിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് അടുത്ത ഇതാണ്. അങ്ങനെ ബ്രിട്ടീഷുകാരുടെ മുമ്പിലും ബ്രിട്ടീഷ് കൊളോണിയലിസത്തിൻ്റെ മുമ്പിലും അതിന് ശേഷവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് 887 ഫോട്ടോ ആണ്. നെക്സ്റ്റ് വേറൊരു ഫോട്ടോ ആണ്. നെക്സ്റ്റ് ഈ കൽക്കത്തയിൽ അവസാനത്തെ ക്ഷാമമാണ്. കൽക്കത്തയിൽ അവസാനത്തെ ക്ഷാമം 30 ലക്ഷം പേരാണ് മരിച്ചത്. കാസർഗോഡിൻ്റെ പോപ്പുലേഷൻ മാത്രം നോക്കിയാൽ 13 ലക്ഷമേ ഉള്ളൂ. അപ്പോൾ കാസർഗോഡും കണ്ണൂരും ചേർന്ന പോപ്പുലേഷൻ ആൾക്കാർ മരിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് മനസ്സിലാവും. 30 ലക്ഷം പേരാണ് അന്ന് കൽക്കത്തയിലെ തെരുവീതികൾ മരിച്ചത്. കൽക്കത്ത മുഴുവൻ നാറുകയായിരുന്നു എന്നാണ് പറയുന്നത്. കഴുകന്മാർ ഇറങ്ങിയിട്ട് ശവങ്ങൾ കൊത്തിവലിക്കുകയായിരുന്നു എന്നാണ് അന്നത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് ഇത് അന്നത്തെ 1910 ആദ്യത്തെ കേരള സെൻസസിൻ്റെ ഒരു ഡേറ്റയാണ്. ആ സെൻസസ് ഡേറ്റ പ്രകാരം സ്ത്രീകളുടെ ആയുർദൈർഘ്യം 27 വയസ്സും പുരുഷന്മാരുടേത് 25 വയസ്സുമാണ്. ശരാശരി ആയുർദൈർഘ്യം 26 വയസ്സാണ്. 110 കൊല്ലം മുമ്പേ കേരളത്തിലുള്ള ആയുർദൈർഘ്യമാണ് ജനങ്ങളുടെ. കേവലം 26-27 വയസ്സ് മാത്രമേ ആയുർദൈർഘ്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും പ്രായമാകുന്നു എന്നുള്ളതാണ്. വലിയ തോതിൽ വാർദ്ധക്യം സംഭവിക്കുന്നു എന്നുള്ളത്. കാരണം പോഷകാഹാരമില്ല, ഒട്ടും ആഹാരമില്ലാത്തത് കൊണ്ട് വാർദ്ധക്യം സംഭവിക്കുന്നു നേരത്തെ എന്നുള്ളതാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് കേരളത്തിലെ പട്ടിണിയെക്കുറിച്ച് EMS എഴുതിയൊരു ബുക്കാണ്, മാതൃഭൂമിയുടെ ഡിജിറ്റൽ ലൈബ്രറിയിൽ കിട്ടാനുണ്ട്. അതിൽ പറയുന്നത് കേരളത്തിൽ മഹാദാരിദ്ര്യമാണ്. കുറച്ച് ആരോഗ്യമുള്ള ചെറുപ്പക്കാരൊക്കെ മലയിൽ പ്ലാന്റേഷനിലേക്ക് പോയി, ബാക്കിയുള്ള ചൊറിയും ചെരങ്ങും ആരോഗ്യമില്ലായ്മയും കൊണ്ടുള്ള ആൾക്കാർ മാത്രമാണ് ഇവിടെ ബാക്കിയുള്ളത്. അവർക്ക് ഈ കൊടുത്ത ഭക്ഷണമൊന്നും പോരാ. 2 ആഴ്ചത്തേക്ക് 750 ഗ്രാം അരിയാണ് കേന്ദ്ര ഗവൺമെൻറ് തരുന്നത്, 2 ആഴ്ചത്തേക്ക്. അപ്പോൾ അതൊന്നും പോരാന്ന് പറഞ്ഞുകൊണ്ടാണ് EMS വാദിക്കുന്നത് ആ പുസ്തകത്തിൽ. നെക്സ്റ്റ് ഇത് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഉള്ള നമ്മുടെ പ്രതീക്ഷകളും പക്ഷേ ആ പ്രതീക്ഷകൾക്ക് എതിരായിട്ട് നിന്ന കുറച്ച് വസ്തുതകളുമാണ്. അന്ന് ആയുർദൈർഘ്യം 40 വർഷമേ ഉണ്ടായിരുന്നുള്ളൂ. മാഞ്ചസ്റ്റർ ഗാർഡിയൻ എന്ന് പറഞ്ഞ പത്രം എഴുതിയത് ഇന്ത്യ വിൻസ് ഫ്രീഡം ഫോർ പോവർട്ടി ആൻഡ് ഫാമിൻ എന്നാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്നുള്ളതാണ് ആ പത്രം എഴുതിയത്. പോപ്പുലേഷൻ ബോംബ് എന്ന് പറഞ്ഞിട്ട് വളരെ പ്രശസ്തനായിട്ടുള്ള ഇക്കോളജിസ്റ്റ് പോൾ ഏളിച്ചിൻ്റെ പുസ്തകമുണ്ട്, പോപ്പുലേഷൻ ബോംബ് എന്ന് പറഞ്ഞിട്ട്. പാഡക് ബ്രദേഴ്സിന്റെ ഫാമിൻ ഇൻ 1984. ഏഷ്യക്കാർ, പ്രധാനമായിട്ട് ഇന്ത്യക്കാർ പുഴുക്കള മാതിരി ചത്ത് വീഴും ഭക്ഷണമില്ലാതെ എന്നുള്ള പ്രഡിക്ഷൻസ് ആയിരുന്നു ഇത് മുഴുവൻ. നെക്സ്റ്റ് ഫാമിൻ ഇൻ 1975. നെക്സ്റ്റ് ഇത് കുറച്ച് കാർട്ടൂണാണ്, ശങ്കറിന്റെ കാർട്ടൂണാണ്. ഇതിൽ അന്നത്തെ TT കൃഷ്ണമാചാരി അമേരിക്കയിലേക്ക് പോവേന്ന്, കുറച്ച് ഗോതമ്പ് കിട്ടുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ശങ്കർ വരച്ചിരിക്കുന്നത് കുചേലൻ പണ്ട് ശ്രീകൃഷ്ണനെ കാണാൻ പോയത് മാതിരി കുറച്ചെന്തെങ്കിലും ചോദിക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് എന്നാണ് ശങ്കർ വരച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ഇത് അമേരിക്കൻ അമേരിക്കൻ ലേഡിയാണ്. അവർ
ഇന്ത്യക്കാരനോട് ചോദിക്കുകയെന്ന് വിൽ യു സിംഗ് ഫോർ എ സപ്പർ എന്ന് പറഞ്ഞിട്ട് ആ ഇന്ത്യക്കാരനാണ് ആ പച്ചച്ചട്ടിയും എടുത്തിട്ട് നിൽക്കുന്നത്. മറ്റേത് പിന്നെ നെഹ്റുവിന് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞപ്പോൾ ഭാരതമാതാവ് കുട്ടികളെ കൊടുക്കുന്നതാണ്. ജനസംഖ്യ വിസ്ഫോടനത്തിന്റെ ഒരു ഇതാണ്. നെക്സ്റ്റ്, ഇത് പിന്നെ പോപ്പുലേഷൻ ബോംബ്. ആ പോപ്പുലേഷൻ വന്നിട്ട് ഇന്ത്യയെ തിന്നാൻ വേണ്ടി നിൽക്കുകയാണ്. പക്ഷെ അതിൻ്റെ ഇടയ്ക്കും ചെറിയ പരീക്ഷണങ്ങൾ നടത്തുകയാണ് ജനങ്ങളെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ താഴെ കാണുന്നത് പിച്ചച്ചട്ടിയുമായിട്ട് സംസ്ഥാന EMS കാണാതിൽ സംസ്ഥാന മുഖ്യമന്ത്രിമാരൊക്കെ പിച്ചച്ചട്ടിയുമായിട്ട് ഇന്ദിരാഗാന്ധിയുടെ മുമ്പിൽ നിൽക്കുന്നു. പിന്നെ ഇല്ല ഇല്ല എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്, അരി തരാനില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, മൊറാർജി ദേശായി അമേരിക്കൻ പ്രസിഡന്റിനോട് ചോദിക്കുന്നു, ഒരു കൈയല്ല 1000 കൈകൾ നീട്ടിയിട്ട് ചോദിക്കുന്നു, ഒരു ലേശം അരി തരുവോ ഗോതമ്പ് തരുവോ എന്ന് ചോദിച്ചുകൊണ്ട്. ശങ്കരൻ തന്നെ വേറൊരു കാർട്ടൂൺ ഉണ്ടായിരുന്നു. അതിൽ ഫ്രഞ്ച് പാലസിന്റെ മുമ്പിൽ വെച്ചിട്ട് പിന്നെ ഫ്രഞ്ച് പ്രസിഡന്റും നെഹ്റുവും തമ്മിൽ ഉടമ്പടി ഒപ്പിടുകയെന്ന്. എന്നിട്ട് പക്ഷേ ഈ ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ അടുത്ത കോളത്തിൽ കാണിക്കുകയെന്ന്. പിന്നെ നെഹ്റു കുനിഞ്ഞ ശിരസ്സുമായിട്ട് ചാക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നു, അങ്ങേരയിൽ ഗോതമ്പ് ഇടുന്നു. ഇതാണ് ഈ ഉടമ്പടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ലേശം ഗോതമ്പ് തരുവോ എന്ന് പിച്ച തെണ്ടുന്നതാണ് എന്നാണ് ശങ്കർ വരച്ചത്. നെക്സ്റ്റ്, ഇത് നെഹ്റു പിന്നെ പാർലമെന്റിൽ പറയുന്നത് 57 പാർലമെന്റിൽ പറയുന്നു, നമ്മുടെ ഭക്ഷ്യനയം പരാജയമായിരുന്നു, നമുക്ക് ഉൽപാദനം വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും ഏത് നിമിഷവും പട്ടിണി കയറി വരാം, ക്ഷാമങ്ങൾ വരാം, മരണങ്ങൾ വരാം എന്ന് നെഹ്റു പറയുന്നു. നെക്സ്റ്റ്, അതുകൊണ്ടാണ് നെഹ്റു പറഞ്ഞത് എവറിത്തിങ് എൽസ് ക്യാൻ വെയിറ്റ് എക്സെപ്റ്റ് അഗ്രികൾച്ചർ. നെക്സ്റ്റ്, ഇത് പിന്നെ 60 ലക്ഷം ടൺ ഗോതമ്പ് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഹിന്ദുവിന്റെ ഒരു കട്ടിംഗ് ആണ്. നെക്സ്റ്റ്, ഇത് നമുക്ക് അന്നേരം നമ്മുടെ ചരിത്രത്തിൽ എന്തായിരുന്നു കാർഷിക മേഖലയിൽ, കാർഷിക ശാസ്ത്രത്തിന്റെ മേഖലയിൽ എന്തായിരുന്നു അന്നേരത്തെ സ്ഥിതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1880 ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ ആൻഡ് അഗ്രികൾച്ചർ വന്നു. ഇമ്പീരിയൽ ബാക്ടീരിയോളജിക്കൽ ലാബറട്ടറി 1890 വന്നു. 1905 5 കാർഷിക കോളേജുകൾ വരുന്നത്. ഒന്ന് കോയമ്പത്തൂരാണ്, കറാച്ചിയിൽ, പൂനെയിൽ ഒക്കെ ആയിട്ട് 5 അഗ്രികൾച്ചർ കോളേജാണ് 1905 വരുന്നത്. 1929 ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് വരുന്നത്, ICAR വരുന്നത്. നെക്സ്റ്റ്, അത് കഴിഞ്ഞിട്ടുള്ള നിരവധിയായിട്ടുള്ള പിന്നെ വികസനങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത്. പിന്നെ 65 വലിയ തോതിലുള്ള ഒരു എക്സ്പാൻഷൻ ഉണ്ടായി. നാഷണൽ സീഡ്സ് കോർപ്പറേഷനും അഗ്രികൾച്ചർ റിസർച്ച് സർവീസും അങ്ങനെ വിവിധങ്ങളായിട്ട് ഇന്ത്യയിലെ കാർഷിക മേഖല അതിൻ്റെ ഗവേഷണ വികസന വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങളിൽ വളർന്ന് പന്തലിച്ചു കൊണ്ടിരുന്നു. നെക്സ്റ്റ്, ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 113 കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളുണ്ട്. ഏത് കേന്ദ്ര ഗവൺമെന്റിൻ്റെതായിട്ട് 113 കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ, 4 ഡീംഡ് യൂണിവേഴ്സിറ്റി, 65 ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, പിന്നെ 6 നാഷണൽ ബ്യൂറോസ്, 64 കാർഷിക സർവകലാശാലകൾ, 5 കോളേജിൽ നിന്ന് തുടങ്ങിയിട്ട് ഇന്ന് 64 കാർഷിക സർവകലാശാലകളും അതിൻ്റെ കീഴിൽ നിരവധി ഗവേഷണ കേന്ദ്രങ്ങളും ഒക്കെയായിട്ട് ലോകത്തിലെ 2ാമത്തെയോ 3ാമത്തെയോ വലിയ കാർഷിക ഗവേഷണ വിജ്ഞാന വ്യാപന ശൃംഖലയാണ് ഇന്ന് ഇന്ത്യക്കുള്ളത്. നെക്സ്റ്റ്, ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പട്ടിണി കിടന്ന പഴയ രാജ്യമല്ല, ഗ്ലോബൽ സൂപ്പർ പവറാണ് ഇന്ന് കാർഷിക മേഖലയിൽ നമ്മൾ. നെക്സ്റ്റ്, അത് പിന്നെ ഇന്ത്യൻ കാർഷിക മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ സ്വകാര്യ മേഖലയാണ്. ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കുന്ന, ഇന്ത്യയിലെ 50% ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുന്ന മേഖലയാണ്. നെക്സ്റ്റ്, അതിൻ്റെ പ്രത്യേകതകളെ കുറിച്ചൊക്കെയാണ്. ലോകത്തെങ്ങുമില്ലാത്ത രീതിയിൽ വൈവിധ്യമുണ്ട്. പശു കന്നുകാലികൾ ഇതിൻ്റെ കൂടെയുണ്ട്. പിന്നെ വലിയ ആൾക്കാരുടെ വൻകിട ഇതല്ല, ചെറുകിട കൃഷിക്കാരാണ് ഏറ്റവും കൂടുതലുള്ളത്. ഏകദേശം 1 ഏക്കർ 2 ഏക്കറാണ് ഫാമിൻ്റെ മാക്സിമം സൈസ്. അതുകൊണ്ട് വ്യക്തിഗത അറ്റൻഷൻ നമ്മൾക്ക് കൃഷിയിടങ്ങളിൽ കൊടുക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഏറ്റവും വൈവിധ്യമാർന്ന സ്രോതസ്സുകളെ ആശ്രയിച്ചുകൊണ്ടാണ് കൃഷി നടക്കുന്നത്. നെക്സ്റ്റ്, അങ്ങനെയുള്ളതാണ് അത് പറയുന്നത്. നെക്സ്റ്റ്, ഈ ഇന്ത്യയിൽ മാത്രമേ $1 കൊണ്ട് 2 ഡസൻ പഴം, പിന്നെ 2 ഡസൻ മുട്ട, അങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടുള്ളൂ. അഗ്രികൾച്ചർ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ചെലവ് കുറഞ്ഞ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ, ഏറ്റവും ചെലവ് കുറഞ്ഞ് ലോകത്തിലേക്ക് വെച്ചിട്ട്. നെക്സ്റ്റ്, ഇന്ത്യ കാർഷിക മേഖലയിൽ ലോകത്തിൽ 2ാമത്തേതാണ്. ഇന്ത്യയിലെ വിവിധ മേഖലകൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒന്നാമത്തേതാണ് ഇന്ത്യൻ കാർഷിക മേഖല. അതിൻ്റെ പിന്നെ ഇന്ത്യ റാങ്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. നെക്സ്റ്റ്, ഇത്
പിന്നെ ലോകത്തിൽ രണ്ടാമത്തെ മേഖലയായിട്ട് നിൽക്കുമ്പോഴും അഗ്രികൾച്ചർ എക്സ്പോർട്ടിൽ നമ്മൾ 12ാമത്തേതാണ്, അല്ല 9ാമത്തേതാണ്. കാരണം നമ്മൾ ഇന്റേണൽ ആയിട്ടുള്ള കൺസംഷന് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മൾ പുറമെ നമ്മൾക്ക് കൊടുക്കാൻ കഴിവുണ്ടെങ്കിൽ പോലും നമ്മൾ കൊടുക്കാറില്ല. കാരണം ഉക്രൈൻ വാർ വന്നപ്പോൾ ഗോതമ്പിന് ഭയങ്കരമായിട്ട് വില കൂടി. ഇന്ത്യൻ ഗോതമ്പ് വിറ്റഴിക്കാനും ഇന്ത്യയിലെ കൃഷിക്കാർക്ക് പിന്നെ കുറച്ച് പൈസ കിട്ടാനുള്ള നല്ല അവസരമായിരുന്നു. പക്ഷേ കുറച്ച് തുടങ്ങി വെച്ചെങ്കിൽ ഉടനെ നിർത്തി. കാരണം ഇന്ത്യയിലെ ഗോതമ്പിന്റെ ഇന്റേണൽ വില കൂടിക്കഴിഞ്ഞാൽ പല സർക്കാരുകളും തകിടം മറിയും. ഷീലാ ദീക്ഷിത് മന്ത്രിസഭ തകർന്നു പോയില്ലേ, ഉള്ളിക്ക് വില കൂടിയതേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് 2 ആഴ്ച ഞാനന്ന് ഡൽഹിയിൽ ഉണ്ടായിരുന്നു. 2 ആഴ്ച ഉള്ളിക്ക് വേണ്ടി ജനം ക്യൂ നിന്നു. അടുത്ത ഇലക്ഷനിൽ ആ മന്ത്രിസഭ തകർന്നു പോയി. അപ്പോൾ ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങളുടെ വില ഏറ്റവും കുറച്ച് നിർത്തേണ്ടത് ഇന്ത്യയിലെ ഭരണാധികാരികളുടെ ആവശ്യമാണ്. അതുകൊണ്ട് നഷ്ടം വരുന്നത് കൃഷിക്കാർക്കാണ്. കൺസ്യൂമേഴ്സിന് ഗുണമാണ്, പക്ഷേ ആ അഡ്വാൻറ്റേജ് കൃഷിക്കാരന് കിട്ടുന്നില്ല. നെക്സ്റ്റ്, ഏറ്റവും വൈവിധ്യമാർന്ന മേഖലയാണ്. കാരണം നമ്മൾ കേവലം ഈ ഗ്രെയിൻ സെൻട്രിക്ക് ധാന്യോൽപാദനത്തിൽ നിന്നും മാറിയിട്ട് അല്ലെങ്കിൽ അതിൽ നിന്നും വികസിതമായിട്ട് നമ്മൾ ഡയറിയിലേക്കും പഴങ്ങളിലേക്കും പച്ചക്കറികളിലേക്കും വൈവിധ്യമാർന്നിരിക്കുന്നു നമ്മുടെ കാർഷിക മേഖല. ലോകത്തിലെ നമ്പർ 1 പാലുൽപാദക രാജ്യം ഇന്ത്യയാണ്. ലോകത്തിലെ നമ്പർ 1 പാലുൽപാദക രാജ്യം ഇന്ത്യയാണ്. നെക്സ്റ്റ്, ഇത് പിന്നെ നെല്ലിന്റെ ഉൽപാദനമാണ്. ആ ഗ്രാഫ് നേരെ എക്സ്പോണൻഷ്യൽ ഗ്രാഫാണ്. ഏകദേശം നേരെ മുകളോട്ടേക്ക് പോകുന്നു. ദശലക്ഷം ടണ്ണിൽ 122 ദശലക്ഷം ടണ്ണാണ്. നെക്സ്റ്റ്, അതിന്റെ ഉൽപാദനക്ഷമത ഇന്ന് 4000 കിലോഗ്രാമാണ് നെല്ലിന്റെ ഉൽപാദനക്ഷമത. 1950കളിൽ നെല്ലിന്റെ ഉൽപാദനക്ഷമത 600 കിലോഗ്രാം ആയിരുന്നു. ഇന്ന് 4000 കിലോഗ്രാം ആണ്. നെക്സ്റ്റ്, ഗോതമ്പ് 110 മില്യൺ ടണ്ണാണ്. നെക്സ്റ്റ്, അതിന്റെ ഉൽപാദനക്ഷമത 3500 കിലോഗ്രാം ആണ്. അതും 600 കിലോഗ്രാമിന്റെ അടുത്താണ് ഉണ്ടായിരുന്നത്. അത് 3500 ആയിട്ട് ഇന്ന് കുതിച്ചുയർന്നിരിക്കുന്നു. നെക്സ്റ്റ്, എണ്ണക്കുരുക്കള്, അതും ഉൽപാദനം കൂടിയിരിക്കുന്നു. നെക്സ്റ്റ്, എണ്ണക്കുരുക്കളുടെ ഉൽപാദനക്ഷമതയും വേണ്ടത്ര ഇല്ലെങ്കിൽ പോലും ക്ഷമതയും കൂടിയിട്ടുണ്ട്. നെക്സ്റ്റ്, പിന്നെ പയറുവർഗ്ഗങ്ങളുടെ ഉൽപാദനം അത് വേണ്ടത്ര പോരാ, എങ്കിലും അത് ഉൽപാദനക്ഷമതയും ഉൽപാദനവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ്, ഉൽപാദനക്ഷമത. നെക്സ്റ്റ്, പരുത്തിയുടെ ഉൽപാദനക്ഷമത. ആ ഒരു പീക്ക് കാണുന്നത് BT കോട്ടൺ ഇന്ത്യയിൽ വന്ന ശേഷമുള്ള ഒറ്റയടിക്ക് ഉൽപാദനം കൂടിയതാണ്. BT കോട്ടൺ ഇന്ത്യൻ കാർഷിക രംഗത്ത് വലിയ ഗുണപരമായിട്ടുള്ള സ്വാധീനമാണ് ഉണ്ടാക്കിയെടുത്തത്. ഒറ്റയടിക്ക് ഉൽപാദനം 200-ൽ നിന്ന് 400-ന്റെ അടുത്തേക്ക് കയറുകയാണ് ഉണ്ടായത്. നെക്സ്റ്റ്, ഇനി നമ്മൾ പിന്നെ ഈ ഒരു വിജയകഥ പറയുമ്പോൾ ഇതിൻ്റെ അടിസ്ഥാനം നമ്മൾ പരിശോധിക്കണം. എങ്ങനെ 1 രൂപ ഗവേഷണത്തിന് വേണ്ടിയിട്ട് നിക്ഷേപിക്കുമ്പോൾ, കാർഷിക മേഖലയിലെ ഗവേഷണത്തിന് വേണ്ടി നിക്ഷേപിക്കുമ്പോൾ 13 രൂപ 75 പൈസയാണ് തിരികെ വരുന്നത്. 1 രൂപക്ക് 13 രൂപ 75 പൈസ. വിജ്ഞാന വ്യാപനത്തിൽ അത് നിക്ഷേപിക്കുമ്പോൾ 7 രൂപയിലെത്തി 7 രൂപ 40 പൈസയാണ് തിരിച്ചു വരുന്നത് എന്നാണ് ഈ ഏറ്റവും കൂടുതൽ കാണുന്നത്. അത് പശു വളർത്തലിന്റെ മേഖലയിലാണ്. 1 രൂപ നിക്ഷേപിച്ചാൽ 20 രൂപയാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ ഗവേഷണത്തിൽ നിക്ഷേപിക്കുന്നത്, കൂടുതൽ ഗവേഷണത്തിന് വേണ്ടി ഫണ്ട് കൊടുക്കുന്നത് അത്രക്കും കൂടുതൽ പിന്നെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നു, ആ വഴിക്ക് എല്ലാവരുടെയും വരുമാനം വർദ്ധിപ്പിക്കുന്നു എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള പഠനമാണ് ഇത്. ഒരുപാട് പഠനങ്ങളുണ്ട്, പക്ഷെ എല്ലാ പഠനങ്ങളും കാണിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. 1 രൂപ നിക്ഷേപിക്കുമ്പോൾ 7 മുതൽ 14 രൂപ വരെയാണ് റിട്ടേൺ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ്, പക്ഷേ ഈ ഗവേഷണത്തിലുള്ള ഫണ്ട്, വിജ്ഞാന വ്യാപനത്തിലുള്ള ഫണ്ട് ഓരോ വർഷം കഴിയുന്തോറും കുറഞ്ഞുകൊണ്ടുവരികയാണ്. ഓരോ വർഷം കഴിയുമ്പോൾ അതാണ് നമുക്ക് ഒരു പേടി ഉണ്ടാക്കുന്ന ഒരു കാര്യം. ഓരോ വർഷം കഴിയുന്തോറും ഈ ഫണ്ട് കുറഞ്ഞു വരികയാണ്. നെക്സ്റ്റ്, ഇത് GDP-യിൽ പെർസെൻറ്റേജ് ഓഫ് GDP റിസർച്ചിലേക്ക് ഇട്ടിട്ടുള്ളതാണ്. അത് ഒരു ചെറിയ തോതിലുള്ള കുറവ്, ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള കുറവാണ് കാണിക്കുന്നത്. നെക്സ്റ്റ്, അത് തന്നെയാണ്. അതിൻ്റെ സ്പ്ലിറ്റപ്പാണ്. സ്പ്ലിറ്റപ്പിലും കുറച്ച് വർഷങ്ങളായിട്ട് 2012-13 മുതൽ ഇങ്ങോട്ടേക്ക് ആ നിക്ഷേപത്തിൽ കുറവ് കാണിക്കുകയാണ്. അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് നമ്മൾ ഭയപ്പെടുന്നത്. നെക്സ്റ്റ്, ഇത് പേ ഓഫിൻ്റെ തന്നെ മറ്റു പഠനങ്ങളാണ്. മറ്റു പഠനങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ 1 രൂപ ഇട്ട് കഴിഞ്ഞാൽ 6 രൂപ 5 രൂപ 9 രൂപ 11 രൂപ എന്നുള്ള തോതിൽ റിട്ടേൺ കിട്ടുന്നു എന്നുള്ളതാണ് ഈ പഠനങ്ങൾ, മുൻ പഠനങ്ങൾ എല്ലാം തന്നെ കാണിക്കുന്നത്. നെക്സ്റ്റ്, ഇത് പിന്നെ വികസിത രാജ്യങ്ങൾ ഏകദേശം അവരുടെ GDP-യുടെ 3% വരെ
കാർഷിക ഗവേഷണത്തിലും വിജ്ഞാന വ്യാപനത്തിലും നിക്ഷേപിക്കുമ്പോൾ നമ്മൾ 0.53% മാത്രമേ നിക്ഷേപിക്കുന്നുള്ളൂ. നമ്മളെക്കാളും കാർഷിക ഗവേഷണത്തിൽ നിക്ഷേപിക്കുന്ന മറ്റു രാജ്യങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ നിക്ഷേപം കുറഞ്ഞു വരികയാണ് കാർഷിക ഗവേഷണത്തിലും വിജ്ഞാന വ്യാപനത്തിലും. നെക്സ്റ്റ്, ഇനി ഇപ്പം കുറച്ച് വർഷങ്ങളായിട്ട് എന്താണ് നടക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രി മോഡി പറയുകയാണ്, അദ്ദേഹം പറയുകയാണ്, നമ്മൾ കെമിക്കൽസിനെ നമ്മൾ അടുക്കളയിൽ നിന്നും നമ്മുടെ ഫാമുകളിൽ നിന്നും കെമിക്കൽസിനെ ഒഴിവാക്കണം എന്നാണ്, രാസവസ്തുക്കളുടെ ഉപയോഗം ഒഴിവാക്കണമെന്നാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറയുന്നത്. കെമിക്കൽസ് അല്ലാതെ ലോകത്ത് ഒന്നുമില്ല എന്നും എല്ലാ സാധനങ്ങളും കെമിക്കൽസ് ആണ് എന്നുള്ളതാണ് അടിസ്ഥാന കാര്യം. പക്ഷേ അദ്ദേഹം അങ്ങനെയല്ല ധരിച്ചു വെച്ചിരിക്കുന്നത്, കെമിക്കൽസിനെ ഒഴിവാക്കണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇനി നിങ്ങൾ നോക്കിക്കോളൂ, നിർമ്മല സീതാരാമൻ നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി പറയുന്നത് ഗോയിങ് ബാക്ക് ടു ബേസിക്സ് എന്നാണ്. നമ്മൾ അടിസ്ഥാനങ്ങളിലേക്ക് മടങ്ങിപ്പോവുക എന്നാണ് അവർ പറയുന്നത്. എങ്ങനെയാണ് മടങ്ങിപ്പോവുക? നമ്മൾ അവിടുന്ന് യാത്ര തിരിച്ച് നമ്മൾ വളരെയേറെ മുമ്പിൽ എത്തിക്കഴിഞ്ഞു അല്ലേ? നമ്മളുടെ ഉൽപ്പാദനവും ഉൽപ്പാദനക്ഷമതയൊക്കെ വളരെയേറെ വർദ്ധിച്ചു കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ ഇനി തിരിഞ്ഞു പോകാനാണ് പറയുന്നത്. തിരിച്ച് നമ്മൾ അടിസ്ഥാന മൂല്യങ്ങളിലേക്ക്, ഗോയിങ് ബാക്ക് ടു ബേസിക്സ്, രാസവളങ്ങൾ വേണ്ട, കീടനാശിനികൾ വേണ്ട, വളർച്ചാത്വരകങ്ങൾ വേണ്ട, മറ്റ് ജനിതക മാറ്റം വരുത്തിയ സസ്യങ്ങൾ വേണ്ട, ഒന്നും തന്നെ വേണ്ട, എല്ലാം തിരിച്ചു പോവുക, ഗോയിങ് ബാക്ക് ടു ബേസിക്സ് എന്നാണ് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി പറയുന്നത്. കൃഷിമന്ത്രിയും പറയുന്നത് അതേമാതിരി തന്നെയാണ്, തിരിച്ചു പോവുക, നിങ്ങൾ കെമിക്കൽ ഉപയോഗിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് കൃഷിമന്ത്രി കൂടെ, സെൻട്രലിന്റെ കൃഷിമന്ത്രി പറയുന്നത്. നെക്സ്റ്റ്, എന്താണ്, എവിടത്തേക്കാണ് ഈ ബേസിക്സ് പോകുന്നത്? അത് ഒരാളുടെ ഇതാണ്, ടെക്നോളജി, അദ്ദേഹം വികസിപ്പിച്ച് എടുത്തു എന്ന് പറയുന്ന ടെക്നോളജിയാണ്. അത് മറ്റാരുമല്ല, സുഭാഷ് പലേക്കറാണ്. സുഭാഷ് പലേക്കറിൻ്റെ സീറോ ബജറ്റ് നാച്ചുറൽ ഫാമിംഗ് എന്നുള്ളതിൽ നിന്ന് സീറോ ബജറ്റും കൊണ്ട് നടന്നിരുന്നതായിരുന്നു കുറച്ചു കാലം. പിന്നെ അത് മാറ്റിയിട്ട് ഇപ്പം വെറും നാച്ചുറൽ ഫാമിംഗ് എന്നുള്ള നിലയിലേക്കാണ് കൊണ്ടുപോകുന്നത്. നാച്ചുറൽ ഫാമിംഗ്, അതായത് നമ്മൾ ഇടപെടുകയൊന്നും വേണ്ട, നാച്ചുറലായിട്ട് എന്താണോ വരുന്നത് അത് തന്നെ മതി എന്നുള്ളതാണ്. കൃഷി എന്ന് പറഞ്ഞാൽ ഇടപെടലാണ് അല്ലേ? കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഗരികമാവലാണ്, അത് പ്രകൃതിയിൽ നിന്നും മാറലാണ്. കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കൃഷി ചെയ്യുന്നവരെന്തോ പുണ്യപ്രവൃത്തി ചെയ്യുന്നൊക്കെ പറയും. പക്ഷേ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രകൃതി എന്ന് പറഞ്ഞാൽ അത്ര വൈവിധ്യമാർന്ന ഒരു മഴക്കാട് എടുത്ത് നോക്കുക, വളരെ വൈവിധ്യമാർന്നതാണ്. പക്ഷേ നമ്മളൊരു തെങ്ങും തോട്ടാക്കുമ്പോൾ അതിലുള്ള വൈവിധ്യം മുഴുവൻ കളഞ്ഞ് നമുക്ക് ആവശ്യമുള്ളത് മാത്രം അതേ പ്രായത്തിൽ അതേ ഇനം നമ്മൾ കൃഷി ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വൈവിധ്യത്തിൽ നിന്നും പ്രകൃതിയിൽ നിന്നും മാറി നടക്കലാണ് കൃഷി എന്ന് പറയുന്നത്. അത് പ്രകൃതിയായിട്ട് കോർത്തുകൊണ്ട് തന്നെ ആവാം ഒരു പരിധി വരെ. നെക്സ്റ്റ്, പ്രൊമോട്ട് ZBNF ടു ഡബിൾ ഫാർമേഴ്സ് ഇൻകം. ഇത് മുൻ വൈസ് പ്രസിഡന്റ് വെങ്കട നായിഡു ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാർക്ക് എഴുതിയ കത്താണ്. എല്ലാ സംസ്ഥാനങ്ങളും ഈ സീറോ ബജറ്റ് നാച്ചുറൽ ഫാമിംഗ് സ്വീകരിക്കണം എന്നാണ് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഞങ്ങളുടെ കാർഷിക സർവകലാശാലയുടെ കൃഷി വകുപ്പിന് കൊടുക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് വിള പരിപാലനം എന്ന് പറഞ്ഞിട്ടുള്ള പാക്കേജ് ഓഫ് പ്രാക്ടീസസ് ഓഫ് ക്രോപ്സ് എന്നുള്ളതാണ്. ഓരോ കൃഷിക്കും വേണ്ടിയിട്ട് ഏതൊക്കെ ഇനങ്ങളാണ്, ഏതൊക്കെ രാസവളങ്ങളാണ്, ഏതൊക്കെ കീടനാശിനികളാണെന്നൊക്കെ പറയുന്ന ഒരു പുസ്തകമുണ്ട്, പാക്കേജ് ഓഫ് പ്രാക്ടീസസ്. അതിലേക്ക് ഒരു നിർദ്ദേശം കയറി വരണമെങ്കിൽ 3 വർഷം ഗവേഷണം നടത്തണം. അതിൻ്റെ ഡാറ്റ മുഴുവൻ കമ്പൈൽ ചെയ്തിട്ട് സോണൽ വർക്ക്ഷോപ്പിൽ പ്രസൻറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് സോണൽ വർക്ക്ഷോപ്പ് അതിൻ്റെ കറക്ഷൻസ് നിർദ്ദേശിക്കും. അത് കഴിഞ്ഞ് വേണമെങ്കിൽ കേരളത്തിലെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ മൾട്ടി ലൊക്കേഷണൽ ട്രയൽ നടത്തണം. ആ ട്രയൽ നടത്തിയിട്ട് സംസ്ഥാന ഇതിൽ വർക്ക്ഷോപ്പിൽ പ്രസൻറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വിദഗ്ധന്മാർ നിർദ്ദേശിക്കുന്ന മാറ്റങ്ങളനുസരിച്ച് വീണ്ടും എക്സ്പെരിമെൻറ്റേഷൻ വേണമെങ്കിൽ നടത്തേണ്ടി വരും. അത് കഴിഞ്ഞാലാണ് ഒരു നിർദ്ദേശം ഈ വിളപരിപാലന മാർഗങ്ങൾ എന്നുള്ള പുസ്തകത്തിലേക്ക് കയറുക. ഇത്രയും പണിയെടുത്തിട്ട് വേണം കയറാൻ. പക്ഷേ സുഭാഷ് പലേക്കർ അദ്ദേഹത്തിൻ്റെ ചില പരീക്ഷണങ്ങൾ നടത്തി നേരെ പ്രസിഡൻ്റാണ് എല്ലാ മുഖ്യമന്ത്രിമാർക്കും കത്തെഴുതുന്നതും. ഇന്ത്യയിലെ എല്ലാ ഗവേഷണ സ്ഥാപനങ്ങളിലും ഈ സുഭാഷ് പലേക്കറുടെ പരീക്ഷണങ്ങൾ നടക്കുകയാണ്. ആദ്യം തന്നെ എടുക്കണ്ട, ഇവരുടെ ഇത് കിട്ടിയിട്ട് മതിയെടുക്കാൻ എന്നുള്ള നിലക്കാണ് അങ്ങനെ മാറ്റി കൊണ്ടുവന്നതാണ്. മോളിൽ നിന്നുള്ള നിർദ്ദേശങ്ങളെ അങ്ങനെ മാറ്റിയിട്ട് ആദ്യം നമുക്ക് CPCRIൻ്റെ കോക്കനട്ടിൽ നടത്താം, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ശ്രീകാര്യത്തിൽ കപ്പ കൃഷിയിൽ നടത്താം, എന്നിട്ട് നമുക്ക് എടുക്കാം എന്നൊക്കെ പറഞ്ഞ് തൽക്കാലം ഒന്ന് മാറ്റി വെച്ചിരിക്കുകയാണ്. അതിനേക്കാളും വലിയ പ്രഷറാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ്,
ഞാൻ ഈ സുഭാഷ് പലേക്കറുടെ വെബ്സൈറ്റ് ഒന്ന് പരിശോധിച്ച് നോക്കി. അതിലെന്താണ് പറയുന്നതെന്നറിയോ? നെക്സ്റ്റ്. അതായത് ഹരിത വിപ്ലവത്തിന്റെ പ്രത്യാഘാതങ്ങൾ, നമ്മൾക്ക് എല്ലാവരും ഇന്ന് 3 നേരം ആഹാരം കഴിക്കുന്ന ആ ഹരിത വിപ്ലവത്തിന്റെ പ്രത്യാഘാതങ്ങൾ, രാസവളമിട്ട് മണ്ണ് നശിച്ചു, മണ്ണിലെ സൂക്ഷ്മജീവികൾ നശിച്ചു, കീടനാശിനികൾ പരിസ്ഥിതി തകർത്തു, പക്ഷികുലം മുടിഞ്ഞു, മനുഷ്യർ ആരോഗ്യ അവതാളത്തിലായി, പ്രമേഹം, എയ്ഡ്സ്, ക്യാൻസർ, ക്ഷയം, ഹൃദയാഘാതം എല്ലാം ഹരിത വിപ്ലവമാണ് കാരണം. നെക്സ്റ്റ്. പിന്നെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ തകർത്തു, കൃഷിക്കാർ കടം കയറി മുടിഞ്ഞു, കൃഷിക്കാരുടെ ആത്മഹത്യ ചെയ്യുന്നു, ഗ്രാമീണ ചികിത്സാ വ്യവസ്ഥ തകർത്തു, ഔഷധ സസ്യങ്ങൾ നശിച്ചു, ആയുർവേദ, ഹോമിയോപ്പതി, യുനാനി ചികിത്സകൾ എല്ലാം നശിച്ചുപോയി. എല്ലാറ്റിനും കാരണം ഈ ആധുനികമായിട്ടുള്ള ചികിത്സാ രീതികളും ഹരിത വിപ്ലവം, ആധുനിക കൃഷിയുമാണ് ഇതിനൊക്കെ കാരണം. അപ്പോൾ ഇതിനൊക്കെ എൻ്റെ ബദലാണ് ഈ സീറോ ബജറ്റ് ഫാമിംഗ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. നെക്സ്റ്റ്. കാർഷിക സർവകലാശാലകളും കൃഷി ഗവേഷണ കേന്ദ്രങ്ങളും ഗ്രാമീണ സംസ്കാരം തകർത്തു, കൃഷി തകർത്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. നെക്സ്റ്റ്. അപ്പോൾ പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സാണ്, ഞാൻ ഇതിലേക്കൊന്നും പോകുന്നില്ല, എന്താണ് അദ്ദേഹം പറയുന്നതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നെക്സ്റ്റ്. കണ്ടിന്യൂ. നെക്സ്റ്റ്. ചാണകം, നാടൻ പശുവിൻ്റെ ചാണകം കലക്കിയിട്ട് അതിൽ പിന്നെ പല സാധനങ്ങൾ, പ്രധാനമായിട്ട് ഉഴുന്ന്, മനുഷ്യൻ കഴിക്കേണ്ട സാധനമാണ്, അത് ചാണകത്തിൽ കലക്കിയിട്ട് തളിച്ചു കഴിഞ്ഞാൽ എല്ലാ മണ്ണും പുഷ്ടിപ്പെടും, അതിലെല്ലാ കൃഷിയും നടത്താം, ഏറ്റവും നല്ല എല്ലാ മൂലകങ്ങളും എല്ലാത്തരം മണ്ണിലും ലഭ്യമാണ്. പക്ഷെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, മണ്ണിൽ സൂക്ഷ്മജീവികൾ ഇല്ലാത്തത് കൊണ്ട് ഇതൊന്നും ചെടിക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് പിന്നെ ഈ കിട്ടാനുള്ള ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ചാണകം കലക്കിയിട്ട് തളിക്കുകയാണ് ഏറ്റവും നല്ല മാർഗം. വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല, രാസവളങ്ങളുടെ തന്നെ ഒന്നുമേ ആവശ്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് സൂക്ഷ്മജീവികൾ ഉണ്ടാക്കാൻ ചാണകം കലക്കി തളിക്കുക, അതിൻ്റെ കൂടെ വേണമെങ്കിൽ ഈ പിന്നെ വെല്ലം, നമ്മുടെ ജാഗരി, ശർക്കര കലക്കാം, അതിൻ്റെ കൂടെ പെട്ടെന്ന് തന്നെ ഇത് പതഞ്ഞു പൊന്തും. പിന്നെ ഉഴുന്നും അതുമാതിരിയുള്ള പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള പയറുവർഗ്ഗങ്ങൾ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ വളരെ ഗുണം ചെയ്യും എന്നാണ് അദ്ദേഹം. അത് മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. പിന്നെ കീടരോഗ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന് നീമാസ്ത്രം, പഴയ സാധനം, ബ്രഹ്മാസ്ത്രം മാതിരിയുള്ള നീമാസ്ത്രം എടുക്കാം. അത് പിന്നെ വേപ്പിൻ്റെ ഇലയും കുറച്ച് സാധനങ്ങളും അരച്ച് തളിച്ചു കഴിഞ്ഞാൽ എല്ലാവിധ കീടങ്ങളും പോകും. അതും ശരിയായിട്ടില്ലെങ്കിൽ വേറെ ചില അസ്ത്രങ്ങളുണ്ട്. നെക്സ്റ്റ് എടുത്ത് വേറെ ചില അസ്ത്രങ്ങളുണ്ട്, അതും ചെയ്യാമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം നമ്മൾ ആധുനിക കൃഷിയിൽ ഇന്നതാണ് രോഗം, ഇന്ന അണുമൂലമാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ കോക്സ് പോസ്റ്റുലേറ്റ് ഉണ്ട്. ആ അണുവിനെ ചെടിയിലേക്ക് കടത്തി വിട്ട് കഴിഞ്ഞാൽ അതേ രോഗം ഉണ്ടാക്കണം, അതിൽ നിന്ന് അണുക്കളെ വേർതിരിച്ചെടുക്കാൻ പറ്റണം എന്നുള്ള പ്രാഥമിക കാര്യങ്ങളും ബാക്കിയുള്ളതൊക്കെ ചെയ്ത് അതിനെ ലാബറട്ടറിയിൽ വളർത്തി അതിൻ്റെ കൾച്ചർ അമർച്ച ചെയ്യുന്ന രാസവസ്തുക്കൾ പരിശോധിച്ച് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സാധനങ്ങളൊക്കെ കേവലം ഒരൊറ്റ നിയമാസ്ത്രത്തിൽ പോകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ കീടങ്ങളും അതുമാതിരിയുള്ള അണുക്കളുടെയൊക്കെ തന്ത്രമാണ്. നമ്മൾ ഉയർന്ന ഓർഗാനിസംസ്, പ്രത്യേകിച്ച് മാമൽസും അതുമാതിരിയുള്ള ഉയർന്ന ഓർഗാനിസംസിൻ്റെ തന്ത്രം എന്താണ്? 1-2 കുട്ടികൾ അല്ലെങ്കിൽ കുറച്ച് കുട്ടികൾ, അവരെ എല്ലാവിധ സംരക്ഷണവും കൊടുത്ത് അവരെ വളർത്തി വലുതാക്കി പ്രത്യുൽപാദന വിജയത്തിന് പര്യാപ്തമാക്കുക എന്നുള്ളതാണ് ഉയർന്ന ജീവികളുടെ തന്ത്രം. താഴ്ന്ന ജീവികളുടെ തന്ത്രം എന്താണ്? ഈ തന്ത്രമേ അല്ല, പാരൻ്റൽ കെയർ, പിന്നെ അച്ഛനമ്മമാരുടെ സംരക്ഷണം ഇല്ല, മുട്ടയിടുന്നു, അതവിടുന്ന് പോകുന്നു, ലക്ഷക്കണക്കിന് മുട്ടകളിടുന്നു. ഒരു ചെതലിൻ്റെ റാണി ഇത്ര വലിപ്പം ഉണ്ടാവും, ഒരു ചെതലിൻ്റെ റാണി, ഒരു പിന്നെ പാളയംകോടൻ പഴത്തിൻ്റെ സൈസ് ഉണ്ടാവും, വലിയ റാണിയാണ്. അത് ദിവസം തന്നെ ലക്ഷക്കണക്കിന് മുട്ടകളിടും. അതൊക്കെ വിരിഞ്ഞ് കുറേ എണ്ണം ചത്തുപോകും, കുറച്ചെണ്ണം അടുത്ത പ്രത്യുൽപാദനത്തിന് വിജയത്തിന് വേണ്ടിയിട്ട് ബാക്കിയുണ്ടാവും. ബാക്കിയെല്ലാം ചത്തുപോയി, പ്രതികൂല കാലാവസ്ഥയും പ്രകൃതി ഇനിയും പിന്നെ ശത്രുക്കളൊക്കെ അതിനെ കൊന്നുകളയും. അപ്പോൾ ലക്ഷക്കണക്കിന് മുട്ടകളിടുക, കുറച്ചെങ്കിലും രക്ഷപ്പെടുമെന്നുള്ളതാണ് അവരുടെ തന്ത്രം. അപ്പോൾ ചിലപ്പം കാലാവസ്ഥ അനുകൂലമായാൽ ഈ ലക്ഷക്കണക്കിന് മുട്ടകൾ വിരിഞ്ഞുണ്ടാവുന്ന പ്രാണികൾ വളരെ എളുപ്പം വർദ്ധിക്കാം. അങ്ങനെയാണ് ഈ വെട്ടുകിളികളുടെ ശല്യമൊക്കെ കാണുന്നത്. നമ്മൾ വെട്ടുകിളികൾ മാത്രമല്ല, പിന്നെ മറ്റു പ്രാണികളും വളരെ എളുപ്പം വർദ്ധിച്ച്, പച്ചക്കറിക്ക് കൃഷി ചെയ്യുന്നവർക്കറിയാം ഒരു മുട്ടകളും മറ്റതൊക്കെ എത്ര എളുപ്പമാണ് വർദ്ധിക്കുന്നത് എന്നുള്ളത് അറിയാം. അങ്ങനെ വർദ്ധിക്കുന്ന തന്ത്രമാണ് ഈ താഴ്ന്ന ജീവിവർഗങ്ങളുടേത്. അവിടെ നമ്മൾ കൃത്യമായിട്ടുള്ള മരുന്നുകൾ, കൃഷി മരുന്നുകൾ പ്രയോഗിച്ച് വേണം അതിനെ അമർച്ച ചെയ്യുക. അപ്പം അങ്ങനത്തെ ഒരു ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനവും ഇല്ലാതെയാണ് ഇദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. പിന്നെയോ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ഒരു വശത്ത് ഇപ്പോഴ് ഈ നാച്ചുറൽ ഫാമിംഗ്, പ്രകൃതി കൃഷി പറയുന്നു, മറുവശത്ത് ഇതേ ICAR എന്താണ് ചെയ്യുന്നതെന്നറിയോ?
സോയിൽ ഹെൽത്ത് കാർഡ്സ് കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ കൃഷിയിടങ്ങളിലെ മണ്ണ് പരിശോധിച്ച് അതിൽ മൂലകങ്ങൾ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്, കാൽഷ്യം, മഗ്നീഷ്യം ഒക്കെ ഇന്ന അളവിലാണ്, അതിൻ്റെ പുളിരസം ഇന്ന അളവിലാണ്, അതുകൊണ്ട് ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഹെൽത്ത് കാർഡ് ഉണ്ടാക്കുന്നു. അത് കൃഷിക്കാർക്ക് കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പഠനം കാണിക്കുന്നത് രാസവളങ്ങളുടെ ഉപയോഗം 10% കുറക്കാൻ സാധിച്ചു, ഉൽപാദനക്ഷമത 8% കൂടി ഈ ഹെൽത്ത് കാർഡ് ഉപയോഗം കൊണ്ട് എന്നുള്ളതാണ് ഒരു പഠനം കാണിക്കുന്നത്. പക്ഷേ ഈ നാച്ചുറൽ ഫാമിംഗ് ആണ് വരികയാണെങ്കിൽ ഈ ഹെൽത്ത് കാർഡിൻ്റെ ആവശ്യമേ ഇല്ല. അപ്പോൾ ഒരു സൈഡിൽ ഹെൽത്ത് കാർഡ് കൊടുക്കുന്നു, മറ്റേ സൈഡിൽ നാച്ചുറൽ ഫാമിംഗ് പറയുമ്പോൾ ഒന്നിനെ പരസ്പരം റദ്ദ് ചെയ്യുകയാണ്. അതാണ് ഇപ്പം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പോളിസിയായിട്ട് ഒന്നിനെ, കാരണം ഹെൽത്ത് കാർഡ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ നാച്ചുറൽ ഫാമിംഗ് ആണെങ്കിൽ. നാച്ചുറൽ ഫാമിംഗ് ആണ് ഇപ്പോഴും പറയുന്നത്. ആ രീതിയിലേക്കാണ് പോകുന്നത്. നെക്സ്റ്റ്, നമ്മൾ ഭയങ്കരമായിട്ട് രാസവളങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ നമ്മുടെ രാജ്യം? നമ്മൾ ബാക്കിയുള്ള രാജ്യങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യ ഈസ് വൺ ഓഫ് ദ ലോവസ്റ്റ്. ഏറ്റവും കുറഞ്ഞ രാസവളങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം നടത്തുന്ന രാജ്യമാണ് ഇന്ത്യ. കാരണം ചെറുകിട കൃഷിക്കാരാണ്, ഒരുപാട് സമ്പത്തൊന്നുമില്ല. അപ്പോൾ കുറഞ്ഞ വളവിൽ ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം ഉൽപ്പാദനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ നോക്കണം, ന്യൂസിലാൻഡ് 1445 കിലോഗ്രാമാണ് പ്രതിവർഷം പ്രതി ഹെക്ടർ ഉപയോഗിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്നത് 178, കേരളം 132, അത്രയേ ഉള്ളൂ. നെക്സ്റ്റ്, ഈ രാസവളങ്ങൾ ഉപയോഗിച്ചാൽ മണ്ണ് തകരുമോ എന്നുള്ളതിന് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. 1840 മുതൽ നടന്നിട്ടുള്ള പരീക്ഷണങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. നെക്സ്റ്റ്, അതിൻ്റെയൊക്കെ ഫലം കാണിക്കുന്നത് രാസവളങ്ങളും ജൈവവളങ്ങളും ആനുപാതികമായി ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും ഉയർന്ന വിളവുണ്ടാവും എന്നുള്ളതാണ്. ഇനി ജൈവവളങ്ങൾ ഇല്ലെങ്കിൽ പോട്ടെ, ആ കൃഷിയുടെ ബാക്കി വരുന്ന അതിൻ്റെ അവശിഷ്ട വസ്തുക്കളുണ്ടല്ലോ, അത് ഇടുകയാണെങ്കിൽ തന്നെ അതിൻ്റെ കൂടെ രാസവളം കൂടെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഉയർന്ന ഉൽപ്പാദനം തുടർച്ചയായിട്ടുണ്ടാവും എന്നുള്ളതാണ് ഈ പഠനങ്ങളൊക്കെ കാണിക്കുന്നത്. പക്ഷേ ചില പ്രത്യാഘാതങ്ങളുണ്ടാവും. നൈട്രജൻ അശാസ്ത്രീയമായിട്ടും അധികമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ജലാശയങ്ങളിലേക്ക് പോകാം, അവിടെ പ്യൂട്രിഫാക്ഷൻ ഉണ്ടാവും, ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കൂടും, അങ്ങനെയുള്ള പിന്നെ ഭൂഗർഭജലത്തിലേക്ക് നൈട്രേറ്റ് പോയി കഴിഞ്ഞാൽ നൈട്രേറ്റ് പോയ്സണിങ് വന്നിട്ട് മെത്തിമോഗ്ലോബിനിമ, ബ്ലൂ ബേബി സിൻഡ്രോം വരാം, അങ്ങനെ. പക്ഷെ അതൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും, അതിനുള്ള കഴിവ് നമുക്കുണ്ട്. ബാക്കിയുള്ള അതിൻ്റെ പ്രത്യാഘാതങ്ങളൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ രാസവളം ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതല്ല അതിൻ്റെ പരിഹാരം. വൈദ്യുതി അടിച്ച് ഷോക്ക് അടിച്ച് മരിക്കുന്നുണ്ടല്ലോ, ഇന്ന് വൈദ്യുതി വേണ്ടാന്ന് നമ്മൾ വെക്കുന്നില്ലല്ലോ, നമ്മൾ അതിൻ്റെ സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മന്ത്രിമാർ പറയുന്നത് ഇത് വേണ്ട എന്നുള്ളതാണ്. നെക്സ്റ്റ്, നാച്ചുറൽ ഫാമിംഗ് ഒരു പ്രൂവൺ ടെക്നോളജി ആണോ? ലോകത്ത് എവിടെയും തന്നെ അതൊരു അംഗീകരിക്കപ്പെട്ട തെളിയിക്കപ്പെട്ട ടെക്നോളജി അല്ല. ഒരുപാട് നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ടല്ലേ മനുഷ്യവർഗം ഈ നിലയിലേക്ക് വളർന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ പണ്ടേ നമ്മൾ ഉപയോഗിച്ച, അപ്പം അങ്ങനെ തെളിയിക്കപ്പെടാത്ത ഒരു കാര്യം ആണ് ഈ കേന്ദ്ര ഗവൺമെൻറ് ഇന്നത്തെ കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളുടെ മുകളിലും അതേമാതിരി തന്നെ ഇതിൻ്റെ മുകളിലും സംസ്ഥാനങ്ങളുടെ മുകളിലും അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ഇപ്പോൾ കൃഷിഭവനിലൊക്കെ ഉണ്ട് BPKP, ഭാരതീയ പ്രകൃതി കൃഷി യോജന എന്ന് പറഞ്ഞിട്ട് ഈ കൃഷിഭവനുകളിലൊക്കെ ഇതിൻ്റെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ സെൻട്രൽ ഗവൺമെൻറ് ഒരു ഭാഗത്ത് അങ്ങനെ പോകുന്നു. സംസ്ഥാന ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു? നമ്മുടെ ബഹുമാനപ്പെട്ട സുനിൽകുമാർ കഴിഞ്ഞ മിനിസ്ട്രിയിൽ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുതിയ കീടനാശിനികളൊന്നും തന്നെ സമ്മതിക്കുന്നതല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആലോചിച്ച് നോക്കണം, പുതിയ ബൾബുകൾ സമ്മതിക്കുന്നതല്ല എന്ന് നമ്മൾ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? പഴയ ഫിലമെന്റ് ബൾബേ സമ്മതിക്കുള്ളൂ. ഈ പുതിയ LED ഒന്നും പറ്റൂല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ശാസ്ത്രം അല്ലെങ്കിൽ സമൂഹം മുമ്പോട്ടേക്കല്ലേ പോകേണ്ടത്? പുതിയതിൽ നിന്ന് പുതിയതിലേക്കാണ് പോകുന്നത്. അതാണ് എപ്പോഴും കൂടുതൽ കാര്യക്ഷമമായിട്ട് വരിക. ഏറ്റവും നല്ല ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നത്, എന്നിട്ട് ലൈറ്റ് എനർജിയാക്കി മാറ്റുന്നത് LED ബൾബാണ്. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. കീടനാശിനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ DDTയും BHCയും ഒക്കെ 25 കിലോഗ്രാം ഒരു ഹെക്ടറിന് ഉപയോഗിച്ചാലേ ഫലം കിട്ടുള്ളൂ. ഇന്നത്തെ കീടനാശിനികൾ 25 മില്ലി ഉപയോഗിച്ചാൽ മതി. 1000 മടങ്ങ് താഴെ കുറച്ച് മാത്രമേ ഉപയോഗിക്കേണ്ടതുള്ളൂ. വിഷശക്തി കുറവാണ്, പ്രത്യേക കീടങ്ങൾക്കെതിരെ ഉപയോഗിക്കാവുന്നതാണ്, അങ്ങനെ ഒരുപാട് ഗുണമുള്ളതാണ് ആധുനിക കീടനാശിനികൾ. മനുഷ്യന് വളരെ ഇമ്പാക്റ്റ് കുറവാണ്. അതൊന്നും ഉപയോഗിക്കാൻ സമ്മതിക്കില്ല, പഴയത് മാത്രമേ സമ്മതിക്കുന്നുള്ളൂ എന്നാണ് അന്ന് മിനിസ്റ്റർ പറഞ്ഞത്. പക്ഷേ ഏതായാലും കീടനാശിനിയുടെ
പിന്നെ അനുമതി കൊടുക്കലൊക്കെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്നതായതുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിന് അതിൽ വലിയ സാധ്യതകളൊന്നുമില്ല. അതുകൊണ്ട് അത് പിന്നെ അനുമതി കൊടുക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അനുമതി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. നെക്സ്റ്റ് വേറെ ഒന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സംസ്ഥാന നിയമസഭ യുനാനിമസ് ആയിട്ട് പാസ്സാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജനിതക മാറ്റം വരുത്തിയ വിളകൾ കേരളത്തിൽ കൃഷി ചെയ്യാൻ സമ്മതിക്കുകയില്ല എന്നാണ്. ജനിതക മാറ്റം വരുത്തിയ കടുകും മറ്റു വിളകളും സമ്മതിക്കുകയില്ല. റബ്ബർ ബോർഡ് പിന്നെ ഈ വരൾച്ച പ്രതിരോധത്തിന് വേണ്ടിയിട്ട് ഒരു ടെക്നോളജി കൊണ്ടുവന്നു, ബയോടെക്നോളജി അടിസ്ഥാനമാക്കിയിട്ടുള്ള. അത് കോട്ടയത്ത് അവരുടെ സ്റ്റേഷനിൽ അതിൻ്റെ അകത്ത് അത് പരിശോധിക്കാൻ വേണ്ടിയിട്ട് അനുമതി ചോദിച്ചു കഴിഞ്ഞപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് സമ്മതിച്ചില്ല. പിന്നീട് മഹാരാഷ്ട്രയിലേക്ക് പോയി. അവരാദ്യം സമ്മതിച്ചുവെങ്കിലും പിന്നീട് അത് സമ്മതിച്ചില്ല. അത് കഴിഞ്ഞ് ആസാമിലാണ് ഇപ്പോൾ കൃഷി നടത്തുന്നത്. ഇതിനിടെ റബ്ബർ ഗ്രോവേഴ്സ് അസോസിയേഷൻ ഇതിനിടെ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ബയോടെക്നോളജി വെച്ച് മോഡിഫൈ ചെയ്ത വരൾച്ച ചെറുക്കുന്ന ഇനങ്ങൾ ഞങ്ങൾക്ക് തരണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആസാമിൽ കൃഷി ചെയ്തിട്ട് വേണം നമുക്കിങ്ങോട്ട് തരാൻ. അപ്പോൾ ആ രീതിയിൽ ആധുനികതയോട് സാങ്കേതിക രംഗത്തെ ടെക്നോളജികളോട് മുഖം തിരിഞ്ഞ് നിൽക്കുന്ന സമീപനം നമ്മുടെ ഗവൺമെൻറ്റും സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ആ നിലക്ക് വലിയ സാധ്യതകളാണ് ഈ കാർഷിക രംഗത്ത് ടെക്നോളജി സാങ്കേതിക വിദ്യ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകുന്നത്. പക്ഷേ അതൊക്കെ സയൻസിനെ നിരാകരിക്കുന്ന ഒരു സമീപനം ഉണ്ടായി വരുന്നു എന്നുള്ളതാണ്. അത് കൂടാതെ മറ്റൊരു വശത്ത് വരുന്നത് എന്താണ്? IIT ഡൽഹിക്ക് 50 കോടി രൂപയാണ് കൊടുത്തിരിക്കുന്നത്. എന്തിനാണ്? പിന്നെ പഞ്ചഗവ്യയിൽ ഗവേഷണം നടത്താൻ വേണ്ടിയിട്ട്. അത് മനുഷ്യാരോഗ്യത്തിനായിക്കോട്ടെ, ചെടികളുടെ ആരോഗ്യത്തിന്, മണ്ണിൻ്റെ ആരോഗ്യത്തിന്, എന്തെങ്കിലും പുതിയ ടെക്നോളജി കൊണ്ടുവരാൻ പഞ്ചഗവ്യം ബെസ്റ്റാണ് എന്നാണ് സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞത്. 50 കോടി കൊടുത്തിട്ടുണ്ട്. ചെറിയ ടെക്നോളജിക്ക് സാധ്യതയുണ്ടെങ്കിൽ ഇനിയും അത്രയോ കോടികൾ കൊടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ നിലയിലേക്കാണ് നമ്മുടെ ഇത് പോകുന്നത്. പക്ഷേ അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നിപ്പം നമ്മൾക്ക് 146 കോടിയാണ് നമ്മുടെ ജനസംഖ്യ. അത് 2050 ആകുമ്പോഴേക്കും 170 കോടിയാകും. 2100 അത് 2050 ശേഷം ക്രമേണ കുറയാൻ തുടങ്ങിയിട്ട് 2100 ആകുമ്പോഴേക്കും സ്റ്റെബിലൈസ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അപ്പോഴേക്കും നമ്മൾക്ക് പിന്നെ അരിയായാലും ഗോതമ്പായാലും പഴവർഗ്ഗങ്ങളായാലും പച്ചക്കറികളും പാലും ഒക്കെ ഇനിയൊരു 42%, ഇപ്പോഴും കണ്ടതൊന്നും പോരാ, ഇനിയും ഒരു 42%-ഓളം ഉൽപാദന വർധനവ് ഈ രംഗങ്ങളിലൊക്കെ ഉണ്ടാവണം എന്നുള്ളതാണ് പഠനങ്ങൾ കാണിക്കുന്നത്. കാരണം മനുഷ്യന്മാരുടെ എണ്ണം കൂടുകയാണ്, കൃഷിഭൂമിയുടെ അളവ് കുറഞ്ഞു വരികയാണ്. കാരണം പട്ടണങ്ങൾ വർദ്ധിക്കുന്നു, മനുഷ്യന് വേണ്ട സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള കൃഷിഭൂമികളാണ് എല്ലാം മാറ്റപ്പെടുന്നത്. ആ രീതിയിൽ പോകുമ്പോൾ കൃഷിഭൂമി കുറഞ്ഞു വരുന്നു, ഭൂഗർഭജലം ഇൻഡോ ഗാഞ്ചറ്റിക് പ്ലെയിൻസിൽ ഭയങ്കരമായിട്ട് കുറയുന്നു, ബാക്കിയുള്ള സ്ഥലങ്ങളിലും കുറഞ്ഞു വരുന്നു. കന്നുകാലികളുടെ എണ്ണം കൂടി വരുന്നു, മനുഷ്യരുടെ എണ്ണം കൂടി വരുന്നു. അപ്പോൾ ഈ നിലയിൽ വരുമ്പോൾ ഒരുപാട് വെല്ലുവിളികളാണ് കാർഷിക രംഗത്ത് ഇന്ന് നിലവിലുള്ളത്. ക്ലൈമറ്റ് ചേഞ്ച് വലിയൊരു വെല്ലുവിളിയാണ്. ഈ ഇന്ത്യൻ മൺസൂൺ വലിയ തോതിൽ ബാധിക്കുന്ന ഒരു കാലാവസ്ഥാ മേഖലയായിരിക്കുമെന്ന് എത്രയോ വിദഗ്ധന്മാർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വലിയ തോതിൽ ഗവേഷണം ഈ മേഖലയിലൊക്കെ വേണ്ടതാണ്. ഗവേഷണം നടക്കുന്ന വേറൊരു മേഖലയുള്ളത് ഗോൾഡൻ റൈസാണ്, സ്വർണ്ണ നെല്ലാണ്. സ്വർണ്ണ നെല്ല് വലിയൊരു രസമുള്ള കഥയാണ്, ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് 20 കൊല്ലത്തെ ഗവേഷണത്തിന് ശേഷമാണ് വൈറ്റമിൻ എ ഉൾപ്പെടുത്തിയിട്ടുള്ള സ്വർണ്ണ നെല്ല് ആദ്യമായിട്ട് റിലീസ് ചെയ്തത്. പക്ഷേ ആ പ്രബന്ധം പ്രസിദ്ധീകരിച്ചില്ല. നേച്ചർ അന്ന് അതിന് മുഴുവൻ എതിരായിട്ട്, ജനിതക മാറ്റം വരുത്തിയ വിളകൾക്കെതിരായിട്ട് ലോകം മുഴുവൻ തിരിഞ്ഞ സമയമായിരുന്നു അത്. പക്ഷേ ഇന്ന് മുഴുവൻ അതിനെ അംഗീകരിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശിൽ സ്വർണ്ണ നെല്ല് കൃഷി ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അതുമാതിരി BT വഴുതന ബംഗ്ലാദേശ് ഓൾറെഡി സമ്മതിച്ച് അവിടെ നമ്മുടെ ടെക്നോളജിയാണ് അവർ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇന്ത്യയിൽ ഇപ്പോഴും സമ്മതിച്ചിട്ടില്ല. പക്ഷേ ഇന്ത്യയിൽ 4-5 ഗവേഷണ കേന്ദ്രങ്ങളിൽ സ്വർണ്ണ നെല്ലിൻ്റെ ഗവേഷണം നടക്കുന്നുണ്ട്. ഇന്ത്യയിലത്തെ ഇനങ്ങളുമായിട്ട് യോജിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ സ്വർണ്ണ നെല്ല് ഇനങ്ങൾ, വൈറ്റമിൻ എ ഉൾച്ചേർത്തിട്ടുള്ള ഇനങ്ങൾ നമ്മൾ വികസിപ്പിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു നേരം ചോറ് കഴിച്ചാൽ ആ ദിവസത്തേക്ക് വേണ്ട വൈറ്റമിൻ എ മുഴുവൻ കിട്ടിയിരിക്കും. ഓരോ ദിവസവും 6000 പേരാണ് അന്ധരായി പോകുന്നത് വൈറ്റമിൻ എ ഇല്ലാത്തതുകൊണ്ട്. ഓരോ ദിവസവും 6000 പേരാണ് അന്ധരായി പോകുന്നത്.
അപ്പോൾ അതിനുള്ള വലിയൊരു മാറ്റമായിരിക്കും സ്വർണ്ണ നെല്ലിൻ്റെ കൃഷി വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെ വാക്സിൻ ചേർത്തിട്ടുള്ള നേന്ത്രപ്പഴം, അങ്ങനെയുള്ള വലിയ വലിയ സാധ്യതകളുണ്ട്. പക്ഷേ ബയോടെക്നോളജി രംഗത്ത് പുറംതിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ഈ സാധ്യതകളെ നമ്മൾക്കിന്ന് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഈ വലിയ വലിയ വിപ്ലവങ്ങൾ ഇനിയും വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് പാലിൻ്റെയും മറ്റ് അരിയുടെയും പഴങ്ങളുടെയും പച്ചക്കറികളുടെയൊക്കെ മേഖലയിൽ നിരന്തരമായിട്ടുള്ള ഉൽപ്പാദന വർധനവ് ഉണ്ടാവുകയുള്ളൂ. അത് സുസ്ഥിരമാവുകയുള്ളൂ. സസ്റ്റൈനബിളാണ് നമ്മളെപ്പോഴും പറയുന്നത്. സുസ്ഥിരമായിട്ടുള്ള കൃഷി വേണമെങ്കിൽ, ഉൽപ്പാദനം വേണമെങ്കിൽ, സുസ്ഥിരമായിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥ ഉണ്ടാവണമെങ്കിൽ ഇത് നമുക്ക് വളരെ അത്യാവശ്യമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ രീതിയിലുള്ള ഒരു പുറംതിരിഞ്ഞു നിൽക്കലാണ് ഇന്നത്തെ അവസ്ഥയിൽ കാണുന്നത്. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്.